Hello friends, welcome to my YouTube channel Haru and Tanu. വെറും 10 minutes കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഡെസേർട്ട് സെർവ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കേക്കോ അഥവാ ട്യൂട്ടി ഫ്രൂട്ടി ബ്രെഡോ ലെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മോഡേണിൻ്റെ ട്യൂട്ടി ഫ്രൂട്ടി ബ്രെഡാണ്. കേക്ക് ഉണ്ടെങ്കിൽ നമുക്കതും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലെയർ ബ്രെഡോ അഥവാ കേക്കോ നമുക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ നമുക്ക് നെക്സ്റ്റ് ലെയർ പ്രിപ്പയർ ചെയ്തെടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയർ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് 1/2 കപ്പ് ഷുഗർ ഒരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഷുഗർ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നമുക്ക് ഇതുപോലെ ഈ ഒരു കളറിൽ മെൽറ്റ് ചെയ്ത് എടുക്കാം. ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കാരമൽ സോസ് ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ നമ്മുടെ ഷുഗർ ഒരു കട്ടയായിട്ട് തോന്നും. ഒട്ടും ടെൻഷൻ വേണ്ട. കുറച്ചു നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഷുഗർ മെൽറ്റായി വരുമ്പോൾ നമ്മുടെ പാലിൻ്റെ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് ക്രീം കളറിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ഷുഗർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1/4 കപ്പ് പാലിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ട് തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 5-6 തുള്ളി ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ചേർത്ത് കൊടുക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ വാനില എസെൻസ് ചേർത്ത് കൊടുത്താലും മതി. ഈ 2 എസെൻസ് ഇല്ലെങ്കിലും സാരില്ല, നമ്മുടെ കൂട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ഒന്ന് തണുത്ത് കിട്ടണം. മുഴുവനായിട്ട് തണുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് മാറി കിട്ടിയാൽ മാത്രം മതി. സ്പൂൺ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ട് സെറ്റായി പോവും ഈ ഒരു പാത്രത്തിൽ തന്നെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടിന് ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ സെറ്റാക്കാനായിട്ട് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. അവസാനമായിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെൽത്ത് ഡ്രിങ്ക്, ഞാനിവിടെ ബൂസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ബോൺവീറ്റയോ ഹോർലിക്സോ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ഡെസേർട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 3 hours സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. 3 hours ശേഷം ഇത് പുറത്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വെറും 10 minutes കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ഡെസേർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് Haru and Tanu. Bye.